السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله حمدا كثيرا كثيرا. وصلى الله وسلم على سيدنا ونبينا وحبيبنا محمد الذي سماه في القرآن بشيرا ونذيرا وداعيا إلى الله بإذنه سراجا منيرا وعلى آله الذين قال في حقهم إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا وعلى أصحابه نجوم الهداية فمن لم يهتد بهديهم ضل ضلالا كبيرا. لا إله إلا الله الموجود بكل زمان. لا إله إلا الله المعبود بكل مكان. لا إله إلا الله المذكور بكل لسان. لا إله إلا الله الموصوف بكل إحسان. اللهم صل على سيدنا ونبينا وحبيبنا محمد شجرة الأصل النورانية ولمعة القبلة الرحمانية وأشرف صورة الجسمانية وأفضل الخليقة الإنسانية ومعدن الأسرار الربانية وخزائن العلوم الاصطفائية صاحب القبلة الأصلية وبهجة السنية ورتبة العلية وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. आयशा का मर्तबा है बिल्यकीन बरतर क़यास. आयशा का मर्तबा है बिल्यकीन बरतर क़यास. बहर ना पैदा किनारा है वो इल्मों की भी प्यास. അഭിവന്യ ശ്രേഷ്ഠരായ പണ്ഡിത മഹത്തുക്കളെ, സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, കർമ്മധീരരായ യുവജന സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, ലോകം ഒരു അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ സകല മണ്ഡലങ്ങളിലും അധർമ്മത്തിന്റെ അധീശത്വം അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ഭുവന ലോകത്ത് നവോത്കർഷത്തിന്റെ രാജപാത സൃഷ്ടിച്ച വിശുദ്ധ ഇസ്ലാമിന്റെ ശാദ്വലമായ തീരത്തേക്കുള്ള പ്രതീക്ഷയോടെയുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഈ പ്രഭാഷണം വഴി നാം കാക്ഷിക്കുന്നത്. സമകാലിക ലോകത്ത് വിശ്വാസി സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പരാജയങ്ങളുടെ അധപ്പതനങ്ങളുടെ കാരണങ്ങളിൽ പകുതിയും സ്ത്രീ സമൂഹത്തിന്റെ അധപ്പതനം മൂലമുണ്ടായതാണ്. ഒരു മുസ്ലിം വനിത എങ്ങനെയാകണമെന്ന ചോദ്യത്തിനുള്ള ഏറ്റവും ലളിതവും
എന്നാൽ സമഗ്രവും സമ്പൂർണവുമായ ഒരു പ്രത്യുത്തരമാണ് സയ്യിദത്ത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി വിശ്വാസിനികൾക്ക് വീട്ടിൽ സൂക്ഷിക്കുവാനുള്ള ഒരു കണ്ണാടിയാണ്. ഒരു യഥാർത്ഥ മുസ്ലിം വനിത എങ്ങനെയാകണമെന്ന ചോദ്യത്തിനുള്ള യഥാർത്ഥമായ ഒരു മുസ്ലിം വനിതയുടെ രൂപം പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ് ആയിഷ ബീവി. ആ ആയിഷ ബീവി മഹദി അവറുകളുടെ ജീവിതം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശത്തെക്കുറിച്ച് വിചാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നാം എല്ലാവരും ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹൽ സംരംഭത്തിന് സൗഭാഗ്യം സിദ്ധിച്ചതിൽ ജഗനിയന്താവായ റബ്ബുൽ ഇസ്സത്തിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സഹോദരന്മാരെ, ഒരു ജാഹിലിയ കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആഗമനത്തിന് മുമ്പ് അറേബ്യയിലെ അവസ്ഥകളെ, പരിസ്ഥിതിയെ പുരസ്കരിച്ചുകൊണ്ട് ചരിത്രകാരന്മാർ ദി ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അസത്യവും അനീതിയും അധർമ്മവും അസമത്വവും അസമാധാനവും അസഹിഷ്ണുതയും അശാന്തിയും അശുദ്ധിയും കാപ്പട്യബോധവും തളം കെട്ടിയ, തന്റെ അയൽവാസിയുടെ നെഞ്ചകത്തേക്ക് കടാര കുത്തിയിറക്കാൻ യാതൊരുവിധ അറുപ്പും വെറുപ്പും കാണിക്കാത്ത, തനിക്ക് പിറന്ന കുഞ്ഞ് അത് പെണ്ണാണെന്നറിഞ്ഞാൽ മോളെ, പൊന്നോമന മോളെ, അടുത്തുവ, നിനക്ക് അമ്പിളിമാമനെ കാണിച്ചു തരാമെന്ന് താരാട്ട് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന്റെ കൈ പിടിച്ച് ആരും കാണാത്ത വിജനമായ മരുപ്പറമ്പിൽ കൊണ്ടുപോയി ഒരു ഭീമൻ ഗർത്തമുണ്ടാക്കി അതിലേക്ക് തന്റെ പിഞ്ചു പൈതലിനെ വലിച്ചെറിഞ്ഞ് ആ കുഞ്ഞിനെ ജീവനോടുകൂടെ കൊല്ലാക്കൊല നടത്തിയ ഒരു സമൂഹമായിരുന്നു 6-ാം നൂറ്റാണ്ട്. യുദ്ധങ്ങളും അശ്ലീല സംഗീതങ്ങളും മദ്യപാനവും വ്യഭിചാരവും തകർത്താടിയ ഒരു നൂറ്റാണ്ടായിരുന്നു 6-ാം നൂറ്റാണ്ട്. ആ ഒരു നൂറ്റാണ്ടിൽ നിന്ന് തന്നെയാണ് നന്മയുടെയും വിശുദ്ധിയുടെയും നേതാക്കളെയും ജേതാക്കളെയും വിധാതാക്കളെയും വിശുദ്ധമായ ദീനുൽ ഇസ്ലാം സൃഷ്ടിച്ചെടുക്കുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന അഭിവന്യനായ ജവഹർലാൽ നെഹ്റു തന്റെ വിശ്രുതമായ ഗ്ലിംസസ് ടു ദി വേൾഡ് ഹിസ്റ്ററി, ലോക ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്ന പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ, the story of Arabs and of how they spread rapidly over Asia, Europe and Africa, and of its high culture and civilization which they developed is one of the wonders of history. അറബികളുടെ ചരിത്രം അഥവാ അറേബ്യയിൽ ഉത്ഭവിച്ച വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും ചരിത്രം, അവർ ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും അതിദ്രുതം വ്യാപനം നടത്തിയതിന്റെ ചരിത്രം, എല്ലാറ്റിനുമുപരി അവരുടെ വിശ്വൽ പ്രകീർത്തിതമായ ആ സംസ്കാരത്തെയും സംസ്കൃതിയെയും ലോകത്തോളം വിശാലമായി വ്യാപനം നടത്തിയതിന്റെ, സംസ്ഥാപനം നടത്തിയതിന്റെ ചരിത്രം, ഇറ്റ് ഈസ് വൺ ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് ഹിസ്റ്ററി. ലോകം ദർശിച്ച, ചരിത്രം ദർശിച്ച മഹാത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമായിരുന്നു. എന്നാൽ ഇന്ന് ആ 6-ാം നൂറ്റാണ്ടിനേക്കാൾ അധപ്പതിച്ച ഒരു സ്ഥിതിയിലാണ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ഇന്റർനെറ്റിന്റെയും വിവര സാങ്കേതിക വിദ്യയുടെയും നൂറ്റാണ്ട് എന്ന പേരിൽ ഖ്യാതി നേടിയ 21-ാം നൂറ്റാണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. തന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ച പാവപ്പെട്ട പെൺകുട്ടിയെ നടുറോട്ടിൽ വെട്ടിക്കൊലപ്പെടുത്തുകയും അതിനുശേഷം വിഷം കഴിച്ചു മരിക്കുന്ന യുവാക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, തന്റെ മാതാവിന്റെ അവിഹിത ബന്ധം മനസ്സിലാക്കി ചെയ്യരുത് മാതാവേ, ചെയ്യുന്നത് പാതകമാണ് എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ തന്റെ കാമുകനുമായി കൂടിച്ചേർന്ന് തന്റെ സ്വന്തം പുത്രനെ വെട്ടിക്കൊലപ്പെടുത്തി ആ ശവശരീരത്തിന്റെ തുണ്ടം തുണ്ടമായ കഷ്ണങ്ങളെ വീട്ടിനുള്ളിലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും വിധം മനസ്സും മസ്തിഷ്കവും മരവിച്ചു കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വിശ്രുതനായ ഒരു മലയാളി കവിയുടെ വാക്കുകൾ പോലെ, തല്ലുവോർ കൊല്ലുവോർ കൊല്ലാതെ കൊല്ലുവോർ, കൊല്ലപ്പെടാൻ വേണ്ടി മാത്രം ജനിക്കുവോർ, ഈ നല്ല മണ്ണിൽ ഇതിനൊക്കെയപ്പുറം ജീവിക്കുവാനായി ജനിക്കുവോരില്ലയോ. അതുപോലെ വളരെ മോശമായ ഒരു കാലഘട്ടത്തിലൂടെ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മാതൃഭൂമി ആരോഗ്യമാസിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവത്തിന്റെ സ്വന്തം നാട് കുടിയന്മാരുടെ സ്വന്തം നാടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മലയാളികൾ ഒരു വർഷം അവർ രാവിലെയും ഉച്ചക്കും രാത്രിയും മൃഷ്ടാന്നം വയറ് നിറയെ ഭുജിച്ചുകൊണ്ടിരിക്കുന്ന അരിഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി
3500 കോടി രൂപയാണ് ചിലവഴിക്കുന്നതെങ്കിൽ കേവലം നേരം പോക്കിനും ആഡംബരത്തിനും സ്വന്തം ശരീരത്തെ കൊലപ്പെടുത്തുന്നതിനും വേണ്ടി, മദ്യം വാങ്ങുന്നതിന് വേണ്ടി 10,000 കോടി മുതൽ 20,000 കോടി രൂപ വരെയാണ് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, സാംസ്കാരികമായി വളരെ മോശമായൊരവസ്ഥയിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 12 വയസ്സുകാരിയായ സ്വന്തം പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി ഗർഭിണിയാക്കുന്ന പിതാവും, കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം ഒന്നുമറിയാതെ കിടന്നുറങ്ങുന്ന 2 വയസ്സുകാരിയായ നാടോടി പെൺകുട്ടിയെ കോരിയെടുത്ത് ക്രൂരമായി ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാളികളുടെ മണ്ണിലൂടെയാണ് നാം ജീവിക്കുന്നതും നാം താമസിക്കുന്നതും. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യത്വം എന്നോ അസ്തമിച്ച പോലെ, മൃഗീയത ലോകം ഒന്നടങ്കം അടക്കി വാഴുന്നത് പോലെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കഴിയുമ്പോൾ, വിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിച്ച വചനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. സൂറത്തുൽ അറാഫിലെ 179-ാമത്തെ ആയത്തിലൂടെ പ്രപഞ്ചനാഥൻ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. നരകത്തിന് വേണ്ടി ജിന്ന് വർഗത്തിൽ നിന്നും മനുഷ്യകുലത്തിൽ നിന്നും ധാരാളം പേരെ നാം ഒരുക്കി വെച്ചിട്ടുണ്ട്, നാം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, അതുകൊണ്ട് അവർ സത്യത്തെ ഗ്രഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അവർ ആ കണ്ണുകൊണ്ട് ഹക്കിനെ കാണുകയില്ല. അവർക്ക് കാതുകളുണ്ട്, ആ കാതുകൾ കൊണ്ട് അവർ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം, അവര് മൃഗത്തെ പോലെയാകുന്നു. ബൽഹും അളൽ, മൃഗത്തെക്കാൾ അതപ്പതിച്ചു കഴിഞ്ഞ ഒരു സമൂഹമായി കൊണ്ടിരിക്കുകയാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവര് തന്നെയാണ് അശ്രദ്ധയുടെ ആളുകൾ. ഈ അശ്രദ്ധയുടെ ആളുകൾക്ക് വേണ്ടി വിശുദ്ധമായ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നത് പോലെ ഭീതിതമായ ഒരു നരകത്തെ നാം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ നരകത്തിലേക്കുള്ള പാത തന്നെയാണ് പാശ്ചാത്യൻ സംസ്കാരവും ഫിലിം സ്റ്റാറുകളും സ്പോർട്സ് താരങ്ങളും റിയാലിറ്റി ഷോകളും പാത വെട്ടിത്തെളിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ട സഹോദരിമാർ ഈ നരകത്തിലേക്കുള്ള പാതയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സീരിയലുകളിലെ നടിമാർക്കും നായികമാർക്കും വേണ്ടി കണ്ണീരൊലിപ്പിക്കുകയും അവരുടെ വേഷങ്ങളും അവരുടെ ഫാഷനുകളും അവരുടെ മോഡലുകളും അണുവിടാതെ പിന്തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമൂഹമായി കൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 മുമ്പ് നമ്മോട് പറയുന്നത്, ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിൻ നാർ. മിഅ്റാജിന്റെ രാവിൽ ഞാൻ നരകത്തിലേക്ക് എത്തി നോക്കിയപ്പോൾ കൂടുതലും കണ്ടത് സ്ത്രീകളെയായിരുന്നുവെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ കൂടുതൽ സ്ത്രീകളിൽ നമ്മുടെ വീട്ടിലെ സഹോദരിമാരും പെങ്ങന്മാരും പെട്ടുപോകാൻ പാടില്ല. നമ്മുടെ വീട്ടിലെ ആളുകൾ അതിൽ പെട്ടുപോകാൻ പാടില്ല. അതിന് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, അതിന് ആദ്യമായും പ്രഥമമായും നാം ചെയ്യേണ്ടത്
നമ്മുടെ റോൾ മോഡലുകളെ നാം മാറ്റിയെടുക്കണം. ആരാണ് നമ്മുടെ റോൾ മോഡലുകൾ എന്ന് നാം തിരിച്ചറിയണം. അൻത മഅ മൻ അഹ്ബബ്ത. നാളെ പാരത്രിക ലോകത്ത് നിന്റെ താമസം, നിന്റെ വീട്, നീ ആരെയാണോ സ്നേഹിച്ചത് അവരോട് കൂടെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സ്വർഗസ്ഥാനീയരായ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുന്നവരെയാണ് നാം സ്നേഹിക്കുന്നതെങ്കിൽ നാളെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തോടെ ആ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നു. അതല്ല, നരകത്തിലേക്കുള്ള നായികമാരെയാണ് നാം സ്നേഹിക്കുന്നതെങ്കിൽ നഊദു ബില്ലാഹ്, നരകത്തിലേക്കുള്ള വഴിയിലാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, സ്ത്രീ സമൂഹം ഒരു സമൂഹത്തിന്റെ പുനഃസൃഷ്ടിപ്പിൽ, ഒരു സമൂഹത്തിന്റെ സമൂലമായ പരിവർത്തനത്തിൽ സ്ത്രീ സമൂഹത്തിനുള്ള പങ്ക് നിഷേധിക്കുവാൻ സാധിക്കാത്തതാണ്. കാരണം ഏതൊരു കുഞ്ഞും ജനിച്ചു വീഴുന്നത്, ഏതൊരു കുഞ്ഞിന്റെയും ആദ്യത്തെ പാഠശാല, ആദ്യത്തെ സർവകലാശാല അവന്റെ മാതാവിന്റെ ആർദ്രമായ മടിത്തട്ടാണ്. അതുകൊണ്ട് മോഡൽ ഷോകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോമാളി വനിതകളെ അനുധാവനം ചെയ്യുന്ന സ്ഥാനത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും ഉമ്മഹാത്തുൽ മുഅ്മിനീനെയും സഹധർമ്മിണികളെയും നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അവരുടെ ജീവിതത്തിലെ പാഠങ്ങൾ അതിൽ നിന്ന് അടർത്തിയെടുത്ത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തിവെക്കണം. ഇവിടെയാണ് നമ്മുടെ വിഷയം അതിപ്രസക്തമാകുന്നത്. ഇസ്ലാം അർത്ഥമാക്കുന്ന സ്ത്രീ ജീവിതത്തിന്റെ മാർഗരേഖയും ലക്ഷ്യവും അത് നമ്മുടെ വിഷയമായ സയ്യിദത്ത് ആയിഷത്തു സിദ്ദീഖ ഹബീബത്തു ഹബീബില്ലാഹ് അൽ മുബറഅതു മിനസ് സമാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാണപ്രേയസിയായി, പ്രിയ പത്നിയായി, മഹത്വത്തിന്റെ ഗുണഗണങ്ങൾ സമഞ്ജസമായി സമ്മേളിതമായ ആയിഷ ബീവിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിഷ ബീവിയുടെ ജീവിതം പഠിക്കുന്നത്, അത് കേൾക്കുന്നത്, അത് ചർച്ച ചെയ്യുന്നത്, അത് വിശകലനം നടത്തുന്നത്, അത് അപഗ്രഥനം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കർമ്മമായി, ഒരു കടമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ആയിഷ എന്ന് നമ്മോട് ഒരാൾ ചോദിച്ചാൽ നമ്മുടെ മാതാവാണ് ആയിഷ. ലോക വനിതകളുടെ മാതൃത്വം അലങ്കരിക്കുന്ന അനുഗ്രഹീത വനിതയാകുന്നു ആയിഷ. അതിനടിവരയിട്ടുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നിശ്ചയമായും അള്ളാഹുവിന്റെ റസൂല് നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ നമ്മോട് ബന്ധപ്പെട്ട നായകനാകുന്നു. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും കാമിലായ ഈമാനിന്റെ ആളുകളാകുകയില്ല. നിങ്ങളിൽ ഒരാൾക്കും കാമിലായ ഈമാൻ കരസ്ഥമാകുകയില്ല നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ, നിങ്ങളുടെ സന്താനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ, സകല ജനങ്ങളെക്കാളും സർവവസ്തുക്കളെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതുവരെ, എന്തിനധികം സ്വന്തം ശരീരത്തെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളിൽ ഒരാളും കാമിലായ മുഅ്മിനീങ്ങളല്ലെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. മാത്രമല്ല, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്ന ഫളൽ ആയിഷതി അലാ സായിരിൻ നിസാഇ കഫളി സരീദി അലാ സായിരി തുആം. അറബികൾക്കിടയിൽ അന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഏറ്റവും മുന്തിയ ഭക്ഷണം,
ആരാലും കൊതിക്കപ്പെടുന്ന ഭക്ഷണം സെരീദ് എന്ന ഭക്ഷണമായിരുന്നു. ആ സെരീദിന് മറ്റുള്ള വിഭവങ്ങൾക്കിടയിൽ, മറ്റുള്ള ഭക്ഷണത്തിന്റെ തീന്മേശയിലെ വിഭവങ്ങൾക്കിടയിൽ ആ സെരീദിനുള്ള സ്ഥാനം പോലെ ലോക വനിതകൾക്കിടയിൽ ആയിഷയുടെ സ്ഥാനം ഉത്കൃഷ്ടമാണ്, ആയിഷയുടെ സ്ഥാനം മഹോന്നതമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആരാണ് ആയിഷ എന്നൊരു സംശയമുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയായിട്ട് ഇന്ന റുബഅ അഹ്കാമി ശരീഅത്തി നുഖിലത് അൻഹാ, ഇസ്ലാമിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മൊത്തം നിയമങ്ങളുടെ, മൊത്തം ശരീഅത്തിന്റെ 1/4 നമ്മിലേക്ക് എത്തിച്ചു തന്നത് ആയിഷ ബീവിയാണെന്ന് ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ആയിഷ കാ മർതബാ ഹേ ബിൽ യഖീൻ ബർതർ ഖയാസ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ആയിഷ ബീവിയുടെ സ്ഥാനം അവർണ്ണനീയമാണ്, അനിർവചനീയമാണ്, അനന്യസാധാരണമാണ്. എന്താണ് കാരണം? ബഹ്റന പൈദാ കിനാര ഹേ വഇൽമോ കി ബിപ്യാസ്. അറിവിന്റെ പാരാവാരങ്ങൾ, അറിവിന്റെ അറ്റമില്ലാത്ത അലകടലുകൾ ആയിഷ ബീവിയുടെ വിജ്ഞാനത്തിന്റെ മുമ്പിലെത്തുമ്പോൾ നിഷ്പ്രഭമായി കൊണ്ടിരിക്കുകയാണ്. ആയിഷ ബീവിയുടെ വിജ്ഞാനത്തിന്റെ ശേഖരത്തിന് മുമ്പിലെത്തുമ്പോൾ അലകടലുകൾ പോലും ആയിഷ ബീവിയുടെ വിജ്ഞാനത്തിന് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അറേബ്യയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വല്ല സംശയം ഉദിച്ചാൽ അവർ ഹിജാസിലെ പണ്ഡിതന്മാരിലേക്ക് ഫത്വ ചോദിച്ചുകൊണ്ട് കത്തുകൾ അയക്കുമായിരുന്നു. ആ ഹിജാസിലെ പണ്ഡിതന്മാർക്കിടയിൽ വല്ല വിഷയത്തിലും വല്ല ഇഷ്കാലോ സംശയമോ അവ്യക്തതയോ ഉണ്ടാകുകയാണെങ്കിൽ അവർ പ്രഗത്ഭരായ ഉന്നത ശീർഷരായിരുന്ന അബൂ ഹുറൈറ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹും തുടങ്ങിയ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ട് സംശയം തീർക്കും. ഈ ഉന്നതരായ പണ്ഡിതന്മാർക്കിടയിൽ ആയിഷ ബീവിയുടെ സ്ഥാനം ശിഷ്യഗണങ്ങൾക്കിടയിൽ ഒരു അധ്യാപികക്കുള്ള സ്ഥാനമായിരുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ത്രീകളോട് സംബന്ധിയായ സകല വിഷയങ്ങളിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഗാർഹിക ജീവിതത്തിലെ വല്ല വിഷയത്തിലും വല്ല സംശയവും ഉണ്ടായാൽ അന്വേഷിച്ചിരുന്നത്, പഠിച്ചിരുന്നത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കവി പറയുന്നത്, ഇൽമു ഫൻ മേ ഹേ വോ യക്താ ए ज़माना बिल यकीन, इल्म फन में है वो यकता ए ज़माना बिल यकीन, जिनको उम्मत की मुअल्ली മാ കഹാ ഹേ ഷാഹിദീൻ. സകല ജ്ഞാനങ്ങളിലും സകല കലകളിലും അദ്വിതീയമായ ഒരു സ്ഥാനമായിരുന്നു ആയിഷ ബീവിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈ ഉമ്മത്തിന്റെ മുഅല്ലിമത്ത്, ഈ സമുദായത്തിന്റെ അധ്യാപിക എന്ന സ്ഥാനപ്പട്ടം ബീവി ആയിഷ റളിയല്ലാഹു അൻഹുവിന് നൽകുന്നത്. ആ സ്ഥാനം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം, ആ സ്ഥാനം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം. എങ്ങനെയാണ് ആയിഷ ബീവി ഇത്തരം ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്. ആയിഷ ബീവിയുടെ മഹത്വത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ അവിടുത്തെ മഹത്വത്തിൽ ആദ്യത്തെ അനുഗ്രഹം, ആദ്യത്തെ നേട്ടം വിവേകികളായ, പ്രതാപശാലികളായ, മഹാന്മാരായ ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും സന്തതിയായി ജനിക്കുവാൻ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാക്ക് സൗഭാഗ്യമുണ്ടായി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. ലോകത്തെ മുഴുവൻ വിശ്വാസികളുടെയും ഈമാൻ
ഒരു ത്രാസിന്റെ ഒരു തട്ടിലും സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിന് കൂടുതൽ ഭാരമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഗാർ സൗറിൽ ആരാരുമില്ലാത്ത ആ ഗുഹാമാളത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സംരക്ഷണാർത്ഥം തന്റെ സ്വന്തം കാലിന്റെ പെരുവിരൽ കൊണ്ട് അവിടെയുണ്ടായിരുന്ന മാളമടച്ചതും അള്ളാഹുവിന്റെ റസൂലിന്റെ നിദ്രക്ക് ഭംഗം സംഭവിക്കുമോ എന്ന് ആലോചിച്ചിട്ട് അവിടെയുണ്ടായിരുന്ന കഠോരമായ വിഷമുള്ള ഒരു സർപ്പത്തിന്റെ കൊത്തേറ്റിട്ട് പോലും കാലെടുക്കാതെ ഇഷ്കേ നബിയുടെ ഹുബ്ബുൻ നബിയുടെ ഏറ്റവും ഉന്നതമായ പർവ്വങ്ങളിൽ കയറി വിരാജിച്ച സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മിഅ്റാജിന്റെ രാവിൽ ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളിലേക്കും ഞാൻ യാത്ര നടത്തി, പലായനം നടത്തി എന്ന് പറഞ്ഞപ്പോൾ ലോകം ഒന്നടങ്കം നിഷേധിച്ചപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വാസ്തവീകരിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സിദ്ദീഖ് എന്ന പട്ടം കരഗതമാക്കിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു. മാത്രമല്ല ഇസ്ലാമിന്റെ സകല വിഷയങ്ങളിലും അണുവിടാതെ ഒരു അണുപോലും പിന്നോട്ട് നിൽക്കാതെ മുന്നോട്ടിറങ്ങിയ ഒരു പാരമ്പര്യത്തിന്റെ ഉടമയായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂല് വഫാത്തായ സമയത്ത് ഒരുപാട് ആളുകൾ മുർത്തദ്ദായി വിശുദ്ധമായി ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഒരുപാട് ആളുകൾ സകാത്ത് നൽകുന്നതിൽ നിന്ന് വിസമ്മതിച്ചു. സകാത്ത് നൽകാൻ താല്പര്യം കാണിക്കാതെ ഇനി ഞങ്ങൾ സകാത്തിന്റെ മേഖലകളിൽ ഇല്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവർക്കെതിരെ ജിഹാദ് നടത്തിയിട്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രൗഢി കാണിച്ചു കൊടുത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പോലും ചോദിച്ചു, തുഖാതിലു മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരാളോടാണോ, വിശ്വാസികളോടാണോ നിങ്ങൾ ജിഹാദ് നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സകാത്തായിട്ട് ഒരു ഒട്ടകവും ഒട്ടകത്തിന്റെ കയറും കൊടുത്തിരുന്നവർ റസൂലിന്റെ വഫാത്തിന് ശേഷം ആ കയറ് നൽകാൻ വിസമ്മതിച്ചാൽ ആ കയറിന് വേണ്ടി കൂടി ഞാൻ ജിഹാദ് നടത്തുമെന്ന് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖാണ് ആയിഷ ബീവിയുടെ പിതാവ്. ബോലെ ഹുസൂർ ചാഹിയേ ഫിക്രേ ഇയാൽ ബി, बोले हुजूर चाहिए फिक्रे इयाल भी, कहने लगा वो इश्क मोहब्बत का राज़दार, परवान को चिराग है बुलबुल कपूल बस, सिद्दीक के लिए है खुदा के रसूल बस. പറവകൾക്ക് ആകാശമാണ് വേണ്ടതെങ്കിൽ ഈയാം പാറ്റകൾക്ക് വിളക്ക് മാടങ്ങളാണ്, വിളക്കാണ്, ദീപസ്തംഭങ്ങളാണ്, ദീപങ്ങളാണ് വേണ്ടതെങ്കിൽ സിദ്ദീഖിന് വേണ്ടത് ലോക ഗുരു നമ്മുടെ കരളിന്റെ കഷ്ണമേ, നമ്മുടെ ചങ്കിലെ ചോരയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയായി ജനിച്ചു എന്നത് തന്നെ ആയിഷ ബീവിയുടെ ഒരു ക്രെഡിറ്റാണ്, ഒരു മെറിറ്റാണ്. എന്നാൽ മാതാവ് മോശക്കാരിയല്ല. സയ്യിദത്ത് ഉമ്മു റുമാൻ ബിൻത് ആമിർ ഇബ്നു ഉവൈമിർ റളിയല്ലാഹു അൻഹാ ഇസ്ലാമിന്റെ പ്രാരംഭ ദശകളിൽ തന്നെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കാരണം ലോകവിശ്വാസികൾക്ക് ഒന്നാമനായി വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഉൾക്കൊണ്ട സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ, തന്റെ ദഅവത്തിന്റെ വീതി തുറക്കുന്നത് വീട്ടിലുണ്ടായിരുന്ന തന്റെ സ്വന്തം ഭാര്യയായിരുന്ന ഉമ്മു റുമാൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടായിരുന്നു. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു റുമാനെ കുറിച്ച് പറഞ്ഞത്, മൻ സറഹു അയ്യൻദുറ ഇംറഅതൻ മിനൽ ഹൂരിൽ ഐൻ ഫൽയൻദുർ ഇലാ ഉമ്മി റുമാൻ. ആർക്കെങ്കിലും ഹൂറുല്ലീങ്ങളിൽപ്പെട്ട സ്വർഗത്തിലെ അപ്സരസ്സുകളായ ഹൂറുല്ലീങ്ങളെ നോക്കുന്നത് സന്തോഷദായകമാണെങ്കിൽ
അവർ ഉമ്മുറുമാനെ നോക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞത് ഈ അവസരത്തിൽ നാം സ്മരിച്ചു പോവുകയാണ്. മാത്രമല്ല, ഒരാളുടെ വഫാത്തിനു ശേഷം അള്ളാഹുവിന്റെ റസൂല് സ്വയമായി ഖബറിലിറങ്ങിയത് 5 ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ആ 5 ആളുകളിൽ ആദ്യത്തെ വനിതയും ഉമ്മുറുമാനായിരുന്നുവെന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നു. ഈ ഒരു ചരിത്രത്തിൽ നിന്ന് സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട വസ്തുത, ഏതൊരു കുഞ്ഞിൻ്റെയും വളർച്ചയിലും തളർച്ചയിലും ആത്മീയമായ പുരോഗതിയിലും അധോഗതിയിലും മാതാപിതാക്കൾക്കുള്ള പങ്ക് അനിഷേധ്യമാണ്, നിഷേധിക്കുവാൻ സാധിക്കാത്തതാണ്. സമകാലിക ലോകത്ത് അസാൻമാർഗികതയുടെ പര്യായങ്ങളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം യുവജനതയെ സൃഷ്ടിച്ചതിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് ആരാലും നിഷേധിക്കാൻ കഴിയാത്ത ഒരു ചരിത്ര വസ്തുതയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞതെന്താണ്? فَالْبَلَدُ الطَّيِّبُ يَخْرُجُ نَبَاتُهُ بِإِذْنِ رَبِّهِ وَالَّذِي خَبُثَ لَا يَخْرُجُ إِلَّا نَكِدًا كَذَلِكَ نُصَرِّفُ الْآيَاتِ لِقَوْمٍ يَشْكُرُونَ. നല്ല ഭൂമിയിൽ നല്ല സസ്യങ്ങൾ ഉണ്ടാകുന്നു, നല്ല മാതാപിതാക്കളിൽ നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു റബ്ബിന്റെ തഖ്ദീറോടെ. എന്നാൽ വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ, ചീത്ത ഭൂമിയിൽ ചീത്ത സസ്യങ്ങളെ ഉണ്ടാകുകയുള്ളൂ. ചീത്തവരാണ് മാതാപിതാക്കളെങ്കിൽ അവരിലുണ്ടാകുന്ന സന്താനങ്ങളുടെ കാര്യവും ബേജാറ് തന്നെയാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഏതൊരു കുഞ്ഞും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയുടെ മേലിലാണ്. നല്ല ഒരു മനുഷ്യനായിട്ടാണ് ഏതൊരു കുഞ്ഞും ജനിച്ചു വീഴുന്നത്. പിന്നെ അവന്റെ മാതാപിതാക്കളാണ് അവനെ നസ്രാനിയാക്കുന്നത്, അവനെ മജൂസിയാക്കുന്നത്, അവനെ യഹൂദിയാക്കുന്നത് എന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 മുമ്പ് നമ്മെ പഠിപ്പിക്കുകയാണ്. നിസ്കാരം ശീലമേ ഇല്ലാത്ത, നോമ്പും സക്കാത്തും പരിചയമില്ലാത്ത, കുഴിമടിയനായ ഒരു പിതാവും അലസതയുടെയും ആലസ്യത്തിന്റെയും പര്യായമായ ഒരു മാതാവിനും പിറക്കുന്ന കുഞ്ഞിന്റെ കാര്യം അത് ദുർമാർഗികളും ഫിത്നയുടെ ആളുകളും ആകുമെന്ന വിഷയത്തിൽ ആർക്കാണ് സംശയമുള്ളത്? പിന്നെയല്ലേ കുഴിമടിയനായ മുഴുകുടിയനായ ഒരു പിതാവിനും റിമോട്ട് ഞെക്കിയായി സീരിയലിന്റെ ഭ്രമം ബാധിച്ച ഒരു മാതാവിനും പിറക്കുന്ന മക്കളുടെ കാര്യം മിണ്ടാതെ പറയാതെ ഇരിക്കുന്നതായിരിക്കും എത്രയോ ഭേദം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആയിഷ ബീവിയുടെ ജീവിതത്തിന്റെ ചരിത്രത്തിൽ മഹദിയുടെ പെരുമയും ഗരിമയും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ആ മഹദിയുടെ ഉയർച്ചയിലും മാതാപിതാക്കൾക്കുള്ള പങ്ക് അതൊന്ന് വേറെ തന്നെയായിരുന്നു. ആയിഷ ബീവി തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ, ബാല്യകാലത്ത് തന്നെ തൻ്റെ ചര്യകളിലും ചലനങ്ങളിലും ചില പ്രത്യേകതകൾ പ്രകടമാക്കിയിരുന്നു. കുട്ടിക്കാലത്ത് കളികളിൽ അതീവ തൽപരയായിരുന്നു. കുട്ടിക്കാലത്ത് സകല കലകളിലും സകല കളികളിലും താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ആയിഷ ബീവിയുടേത്. എന്നാൽ ആ പ്രദേശത്തുണ്ടായിരുന്ന കുട്ടികളെല്ലാവരും കൂടെ ആയിഷ ബീവിയുടെ വീട്ടിൽ ഒത്തുചേരുകയും ആയിഷ ബീവിയോട് കൂടെ കളിക്കുന്നതിൽ അവര് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കുട്ടിയായിരുന്നുവെങ്കിലും, കളികളുടെ മൂർത്തി ഭാവത്തിലായിരുന്നുവെങ്കിലും, അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിന് നേരെ അച്ചടക്കവും ബഹുമാനവും വെച്ചു പുലർത്തുന്നതിൽ അതിശ്രദ്ധ പാലിച്ച നായികയായിരുന്നു സയ്യിദത്ത് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആയിഷ ബീവിയും കൂട്ടുകാരികളും ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
പാവ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്കാണ് അള്ളാഹുവിന്റെ റസൂൽ കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താണ് ആയിഷ നിന്റെ കയ്യിലുള്ളത്? ഇത് കുതിരയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിച്ചു, കുതിരക്ക് ചിറകുണ്ടാകുമോ ആയിഷ? ഉടനെ തെല്ല് പോലും ചിന്തിക്കാതെ ആയിഷ ബീവി മറുപടി പറയുകയാണ്, സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുതിരക്ക് ചിറകുണ്ടായിരുന്നുവല്ലോ. ഈ ഒരു മറുപടി കേട്ട് അള്ളാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചു, ഹൃദയം തുറന്ന് പുഞ്ചിരിച്ചു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുകയാണ്. ആയിഷ ബീവിക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് ആയിഷ ബീവിക്ക് പൂർവകാല ചരിത്രകാരന്മാരെ കുറിച്ചിട്ടുള്ള പൂർവകാല ചരിത്രത്തിലെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ചരിത്രത്തിലുള്ള ഒരു അവബോധത്തിൽ കൂടി ഈ ചരിത്രം നമുക്ക് വെളിച്ചം വീശുകയാണ്. നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ കഥ കേൾക്കുവാനുള്ള താല്പര്യത്തോടു കൂടെ കടന്നു വരുമ്പോൾ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ചരിത്രം പറഞ്ഞു കൊടുക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 1-2 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലായിരുന്നു അത് സംഭവിച്ചത്. ഒരു ചെറിയ കുഞ്ഞ്, ഒരു കൊച്ചു കുഞ്ഞ് തീയിലേക്ക് എടുത്തു ചാടി വെന്തു മരിച്ച ഒരു അനുഭവം. പിന്നെയായിരുന്നു കാര്യത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളിലേക്ക് വാതിൽ തുറക്കുന്നത്. ആ ചെറിയ കുട്ടി നിത്യേന ഒരു ബാലമാസിക വായിക്കുവാറുണ്ടായിരുന്നു. ആ ബാലമാസികയിലെ ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ശക്തിമാൻ എന്ന കഥയായിരുന്നു. ആ കുട്ടി വായിക്കുമ്പോൾ ഏത് അപകടത്തിൽപ്പെട്ടാലും, ഏത് ബിൽഡിങ്ങിൽ നിന്ന് ചാടിയാലും, ഏത് വെള്ളത്തിൽ മുങ്ങിത്താഴുകയാണെങ്കിലും ശക്തിമാൻ എന്ന് ഉറക്കെ വിളിച്ചാൽ ശക്തിമാൻ രക്ഷിക്കാനെത്തും എന്നായിരുന്നു ആ കുട്ടി മനസ്സിലാക്കി വെച്ചത്. ആ കുഞ്ഞ് തീയിലേക്ക് എടുത്തു ചാടി. ആ തീയിലേക്ക് എടുത്തു ചാടിയിട്ട് ശക്തിമാനെ എന്ന് വിളിച്ചു. ശക്തിമാൻ രക്ഷിക്കുവാൻ വന്നില്ല. നമ്മുടെ ചെറുപ്പത്തിലുള്ള കുട്ടികളുടെ ആ സ്വഭാവത്തിലേക്ക്, എന്തും രൂഢമൂലമാകുന്ന ആ മാനസിക പരുവത്തിലുള്ള അവസരത്തിൽ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ചരിത്രം പറഞ്ഞു കൊടുക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര്, ഉമ്മമാര് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സ്മര്യസൂനം ആയിഷ ബീവി വിശ്വാസികളുടെ ചരിത്രത്തിൽ പ്രസക്തയാകുന്നത് അവിടുത്തെ സഹധർമ്മിണിയായിട്ടുള്ള ജീവിതം തൊട്ടാണ്. വനിതകൾക്കിടയിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന, വിപത്തുകളുടെ ഘോരപാതത്തിലും മർദ്ദനങ്ങളുടെ പേമാരിയിലും അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉറച്ചു നിന്ന, ശത്രുബിന്ദം ഒന്നടങ്കം അള്ളാഹുവിന്റെ റസൂലിനെതിരെ അടിച്ചു കയറിയപ്പോഴും അവിടത്തെ സ്നേഹിക്കുകയും അവിടത്തെ സമാശ്വസിപ്പിക്കുകയും സമാശ്വാസത്തിന്റെ വജസ്സുകൾ മൊഴിയുകയും ചെയ്ത ബീവി ഖദീജ ബീവി വഫാത്തായി പോയ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ടെൻഷനിലായി, വ്യതയിലായി, വേദനയിലായി, സങ്കടത്തിലായി നിൽക്കുമ്പോൾ ആ സങ്കടത്തിലേക്ക് ഒരു തെളിനീരായി കടന്നു ചെല്ലാനുള്ള ഭാഗ്യമുണ്ടായ വനിതയാണ് ആയിഷ. ബൂബക്കർ ഉൻകെ പിതർ ഹേ वो अरूसे शाहिदीन, बूबकर उनके पिदर है वो अरूसे शाहिदीन. इस मुक़द्दस नसब पर, इस मुक़द्दस नसब पर ना ज़ाहमा खुल्दे बरी. അള്ളാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ വഫാത്തായതിൽ, തന്റെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജ ബീവി വഫാത്തായതിൽ മനസ്സ് വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ഒരു ദിവസം രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതാ റൂഹുൽ അമീൻ, രാജമാലാക മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരുന്നു. കയ്യിലെന്തോ ഒരു പട്ടിൽ പൊതിഞ്ഞിട്ടാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിലേക്ക് വരുന്നത്. ഉടനെ റസൂല് ചോദിച്ചു, എന്താണ് ജിബ്രീലെ കയ്യിലുള്ളത്? ജിബ്രീൽ മൊഴിഞ്ഞു, ഹാദിഹി സൗജതുക ഫിദ്ദുന്യാ വൽ ആഖിറ. ഇത് ഇഹലോകത്തും പരലോകത്തും
അങ്ങേക്ക് പ്രിയപ്പെട്ട പത്നിയാകുന്ന ലോകവിശ്വാസികൾക്ക് മാതൃകയാകുന്ന ആയിഷ ബീവിയുടെ ഫോട്ടോയാകുന്നു. പ്രബലമായ അഭിപ്രായ പ്രകാരം 2 തവണ ആയിഷ ബീവിയുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആയിഷ ബീവി തന്നെ പറയുന്നത് കാണാൻ സാധിക്കും, ലഖദ് ഉഅതീതു തിസ്ആ മാ ഉഅതിയതുഹുന്ന ഇംറത്തുൻ ഇല്ലാ മറിയമ ബിൻത് ഇംറാൻ. ഞാൻ ദുരഭിമാനം കൊള്ളുകയല്ല, ഞാൻ അഹങ്കാരത്തിന്റെ വാക്കുകൾ പറയുകയില്ല, ഞാൻ അഹംഭാവത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ ഒരു സംഭവം എന്ന നിലക്ക് ഞാൻ പറയട്ടെ, ലോകത്ത് മഹദിയായ മറിയം ബീവിക്ക് ശേഷം ഒരു പെണ്ണിനും ഒരു വനിതക്കും കിട്ടാത്ത 9 നേട്ടങ്ങൾ എനിക്ക് അള്ളാഹു അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് തന്നു എന്ന് സയ്യിദത്ത് ആയിഷ റളിയല്ലാഹു അൻഹ. ഈ ഒരു പോയിന്റ് തന്നെ, ഈ ഒരു കാര്യം തന്നെ ആയിഷ ബീവി നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ ചർച്ചകളിൽ എത്രയോ തവണ കടന്നു വരേണ്ട വ്യക്തിത്വമാണ്, പേഴ്സണാലിറ്റിയാണ് എന്നതിലേക്ക് വെളിച്ചം വീശുന്നു. അതിലെ ഒന്നാമത്തെ നേട്ടം, എന്റെ ഫോട്ടോ 2 തവണ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വേറെ ഒരു പെണ്ണിനുണ്ടായിട്ടില്ല. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ പത്നിമാരിൽ കന്യകയായിരിക്കെ വിവാഹം ചെയ്യപ്പെട്ട ഏക വനിതയും ഞാനാകുന്നു. തസവ്വജനി ബിക്റാ വമാ തസവ്വജ ബിക്റൻ ഗൈരി. ഞാനല്ലാതെ ഒരു ഭാര്യയെയും കന്യകയായിരിക്കെ അള്ളാഹുവിന്റെ റസൂല് വിവാഹം ചെയ്തിട്ടില്ല. മാത്രമല്ല, പ്രപഞ്ചാണ്ട കടാഹങ്ങൾക്ക് വസന്തമായി ഈ കാണുന്ന അത്യത്ഭുതകരമായ പ്രതിഭാസങ്ങളും മാനപ്പരപ്പിൽ പ്രോജ്വലജോലകൾ പരത്തുന്ന താരപ്രപഞ്ചവും ഹരിത വിരിത പച്ച പുതച്ചുറങ്ങുന്ന പ്രകൃതി രമണീയതയും സസ്യലതാദികളും ജന്തുലോകങ്ങളും സർവവും സൃഷ്ടിക്കപ്പെടാൻ കാരണദൂതരായ റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുമ്പോൾ, ഇഹലോകവാസം വെടിയുമ്പോൾ അവിടുത്തെ തിരുശിരസ് എന്റെ നെഞ്ചത്തായിരുന്നു. ഇത് അള്ളാഹു എനിക്ക് നൽകിയ മഹത്തായ നേട്ടങ്ങളിൽപ്പെട്ട ഒരു നേട്ടമാണ്. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ കുഴിക്കപ്പെട്ടത് എന്റെ വീട്ടിലായിരുന്നു. അവിടുന്ന് അന്ത്യവിശ്രമസ്ഥാനമായി തെരഞ്ഞെടുത്തത് ഈ പാവം ആയിഷാന്റെ കുടിലായിരുന്നുവെന്നു എന്ന് ആയിഷ ബീവി പറയുകയാണ്. ഇത് മറ്റൊരു പെണ്ണിനും കിട്ടാത്ത അള്ളാഹു എനിക്ക് നൽകിയ നിഅമത്തുകളിൽ പെട്ട നിഅമത്താകുന്നു. മാത്രമല്ല, എന്റെ വീടിന് ചുറ്റിലും മലക്കുകൾ വലയം ചെയ്തിരുന്നു, മാലാകമാർ വലയം ചെയ്തിരുന്നു. ഞാനും നബിയും ഒരു വിരിപ്പിൽ ശയിക്കുമ്പോൾ അവിടുത്തെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കിനിഞ്ഞിട്ട് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ വഹിയുമായി വന്നിരുന്നു. വേറെ ഒരു ഭാര്യയുടെ അടുത്ത് കിടക്കുമ്പോഴും ജിബ്രീലിന് അങ്ങോട്ട് പ്രവേശനമില്ല. പക്ഷെ ഞാനാണെങ്കിൽ ജിബ്രീലിന് കുഴപ്പമില്ല. ഇത് അല്ലാഹു എനിക്ക് നൽകിയ മഹത്തായ നേട്ടങ്ങളിൽ പെട്ട ഒരു നേട്ടമാകുന്നു. അങ്ങനെ എത്രയെത്ര നേട്ടങ്ങൾ. മാത്രമല്ല, എന്റെ വിഷയത്തിൽ എത്രയെത്ര ആയത്തുകൾ ഇറങ്ങിയിരിക്കുന്നു. ആയിഷ കുറ്റക്കാരിയല്ല, ആയിഷ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വിശുദ്ധ ഖുർആനിലെ 10-17ഓളം ആയത്തുകൾ അള്ളാഹു ഇറക്കിയിരിക്കുന്നു. ഒരിക്കൽ അശ്വാരൂഢനായിട്ട് ഒരു അതിസുന്ദരനായ ഒരു യുവാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംവദിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അള്ളാഹുവിന്റെ റസൂല് എന്റെ റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ആരോടാണ് നബിയെ നിങ്ങൾ സംസാരിച്ചിരുന്നത്? നീ അദ്ദേഹത്തെ കണ്ടോ? അതേ, ഞാൻ കണ്ടു. ആരോടാണ് അദ്ദേഹത്തിന് സാദൃശ്യം? ദിഹ്യത്തുൽ കൽബ് എന്ന സ്വഹാബിയോടാണ് അദ്ദേഹത്തിന് സാദൃശ്യം. എന്നാൽ ആയിഷ, നീ വലിയ അനുഗ്രഹമാണ് ദർശിച്ചിരിക്കുന്നത്. നീ കണ്ടത് മലക്കുകളുടെ കൂട്ടത്തിലെ രാജമാലാക ജിബ്രീലിനെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, പറയുകയാണ്. അല്പം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, ആയിഷ, നിന്നോട് ജിബ്രീൽ സലാം പറയുന്നു ആയിഷ.
ദർബാർ നബി ദർബാർ തേരാ ഹർ ഷാഹ് ഗദായി കർത്തേ ഹേ. ദർബാർ നബി ദർബാർ തേരാ हर शाह गदाई करते हैं. इंसान ही क्या है शान तेरी ജിബ്രീൽ സലാമി കർത്തേ ഹേ. ആയിഷ, നിന്റെ അങ്കണം, നിന്റെ ദർബാർ, അത് ലോകനായകന്റെ ദർബാറാണ് ആയിഷ. ആ ദർബാറിലേക്ക് ലോകത്ത് എത്ര വലിയ ചക്രാധിപതി വന്നാലും എത്ര വലിയ ചക്രവർത്തി വന്നാലും ആ ദർബാറിലെത്തുമ്പോൾ, ആയിഷയുടെ ദർബാറിലെത്തുമ്പോൾ അവര് ഭിക്ഷയോടെ കണ്ണുകളിലേക്ക് നോക്കുന്ന അത്ഭുതമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കവി ചോദിക്കുക, ഇൻസാൻ ഹി ക്യാ ഹേ ഷാൻ തെരീ. ഒരു മനുഷ്യന് കിട്ടുന്ന നേട്ടങ്ങൾ തന്നെയാണോ ഇത്? ഇൻസാൻ മനുഷ്യൻ തന്നെയല്ലേ ഇത്? ഇവരുടെ അഭിമാനത്തിൽ നമ്മൾ അത്ഭുത പരതന്ത്രരായി പോവുകയാണ്. കാരണം ജിബ്രീൽ സലാമി കർത്തേ ഹേ. ജിബ്രീൽ സലാം പറഞ്ഞ വനിതയാണ് ആയിഷത്തു സിദ്ദീഖ ഹബീബത്തു ഹബീബില്ലാ. ആയിഷ ബീവിയുടെ മഹത്വമാണ് സഹോദരന്മാരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിയായിട്ട് ആയിഷ ബീവി മാറണം. അതിനുള്ള ഒരു മുന്നൊരുക്കമായിട്ടായിരുന്നു ഈ സ്വപ്നവും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും. ആയിഷ ബീവിയുടെ 67 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അവിടുത്തെ വിവാഹം തന്നെയായിരുന്നു. കാരണം ആ വിവാഹത്തിലൂടെ ആയിഷ ബീവിക്ക് അതുവരെ സമൂഹത്തിലുണ്ടായിരുന്ന സ്ഥാനം അതുവരെ സ്പർശിച്ചിട്ടില്ലാത്ത ഉന്നതമായ ഉയരങ്ങളിലേക്ക്, തലങ്ങളിലേക്ക് ഉയരുകയായിരുന്നു. കാരണം തന്നെ വരനായി സ്വീകരിക്കുവാനുള്ളത് ലോകം പടക്കുവാൻ കാരണക്കാരനായ, ഉലക സൃഷ്ടിപ്പിന്റെ കാരണദൂതരായ, മിറാജിന്റെ രാവിൽ 7 ആകാശങ്ങളും കടന്നുപോയ ലോകനായകനാണ് തന്നെ വരനായി സ്വീകരിക്കുവാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വിവാഹമായിരുന്നു. ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹധർമ്മിണിയായിരുന്ന ഖൗലത്ത് ബിൻത് ഹക്കീം റളിയല്ലാഹു അൻഹായുടെ കാർമ്മികത്വത്തിലും അന്വേഷണത്തിലും ആലോചനയിലുമായിരുന്നു ആയിഷ ബീവിയുടെ വിവാഹം. അഷ്ടദിക്കുകളും കൊട്ടിഘോഷിക്കുവാനും നാനാഭാഗങ്ങളും ആനന്ദ നിർഭരമാക്കുവാനും അർഹതയുള്ള വിവാഹമായിരുന്നു സിവാജു ആയിഷ. കാരണം അള്ളാഹുവിന്റെ റസൂൽ വിവാഹം ചെയ്യുന്ന ഏക കന്യകയുടെ വിവാഹമാണ് മദീനയിൽ വെച്ചിട്ട് അന്ന് അരങ്ങേറുന്നത്. പക്ഷെ അത് വളരെ വളരെ ലാളിത്യത്തോടെ കഴിച്ചു എന്നതാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്ന കാര്യം, ഏറ്റവും വലിയ പാഠം. ആയിഷ ബീവിയും അള്ളാഹുവിന്റെ റസൂലും തമ്മിലുള്ള വിവാഹം ഒന്ന് സംഗ്രഹിച്ചു വായിക്കുകയാണെങ്കിൽ ഇത്രമാത്രം: ലളിതവും സമ്പൂർണവുമായ ഒരു നിക്കാഹ് കർമ്മം, പക്വവും പാകവുമായ ഒരു മഹർ, മനപ്പൊരുത്തവും സന്തോഷദായകവും സമഞ്ജസമായി സംഗമിച്ച ഒരു വീടുകൂടൽ കർമ്മം. ഇത്ര മാത്രമേ ത്വാഹ നബിയുല്ലാഹി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിൽ നമ്മൾ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നബുവത്തിന്റെ 10ാമത്തെ വർഷം, ഹിജ്റയുടെ 3 വർഷം മുമ്പ്, ഒരു വിശുദ്ധമായ റമളാൻ മാസത്തിലായിരുന്നു ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ഇഹലോകവാസം വെടിയുന്നത്. ആ ഒരു സന്ദർഭത്തിലാണ് ആയിഷ ബീവിയുമായിട്ടുള്ള വിവാഹാലോചന നടക്കുന്നത്. അത് കഴിഞ്ഞ് ആ വർഷം തന്നെ വിശുദ്ധമായ ശവ്വാൽ മാസത്തിൽ ആയിഷ ബീവിയുമായിട്ടുള്ള നിക്കാഹ് കർമ്മം കഴിഞ്ഞു. പക്ഷേ നിക്കാഹിന് ശേഷം 3 വർഷക്കാലം മാതാപിതാക്കളോടൊപ്പം തന്നെയാണ് ആയിഷ ബീവി കഴിച്ചു കൂട്ടിയത്. ആ 3 വർഷത്തിൽ 2 വർഷവും 3 മാസക്കാലവും വിശുദ്ധമായ മക്കയിലും 7-8 മാസക്കാലം മദീനയിലുമായിരുന്നു അവർ കഴിച്ചു കൂട്ടിയത്. അതിനുശേഷം വിശുദ്ധമായ ഹിജ്റ കഴിഞ്ഞതിന് ശേഷമായിരുന്നു അവരുടെ വീട് കൂടൽ കർമ്മം നടന്നത്. അള്ളാഹുവിന്റെ റസൂൽ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. സിദ്ദീഖ് തങ്ങളുടെ വീട് 1 ഗ്ലാസ് പാല് കൊണ്ട് ആതിഥ്യമരുളുന്നു.
അള്ളാഹുവിന്റെ റസൂല് വളരെ സന്തോഷത്തോടെ ആ ഗ്ലാസ് പാല് ഏറ്റുവാങ്ങിയിട്ട് അതിൽ നിന്ന് പകുതി കുടിച്ച് മറുപാതി തന്റെ പ്രിയപ്പെട്ട പത്നിയാകാൻ പോകുന്ന ആയിഷയിലേക്ക് നീട്ടിക്കൊടുക്കുമ്പോൾ ലജ്ജാവിവശയായ ആയിഷ അത് വാങ്ങാൻ മടിക്കുകയാണ്. ഉടനെ പിന്നിൽ നിന്ന് അസ്മാ ബീവി തിരുത്തിക്കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്മാനങ്ങൾ തിരസ്കരിക്കപ്പെടുകയില്ല, റസൂലിന്റെ പാരിതോഷികങ്ങൾ മടക്കപ്പെടുകയില്ല. ഉടനെ ആയിഷ ബീവി ആ ഗ്ലാസ് പാല് വാങ്ങിയിട്ട് അതിൽ നിന്ന് അല്പം കുടിച്ച് മറുപാതി തന്റെ കൂടെയുണ്ടായിരുന്ന വനിതകൾക്കിടയിൽ വിതരണം ചെയ്തു. ഇതാണ് സഹോദരന്മാരെ, ലോകത്ത് ഏറ്റവും ഉത്കൃഷ്ടനായ പുരുഷനും ഏറ്റവും മഹത്വവതിയായ ഒരു സ്ത്രീയും തമ്മിൽ നടന്ന വിവാഹത്തിന്റെ ചിത്രമാണ് നമ്മൾ കണ്ടത്. അള്ളാഹുവിന്റെ റസൂലിനേക്കാളും ഉന്നതിയും മഹത്വവും അവകാശപ്പെടാൻ കഴിയുന്ന ഏതൊരാളാണ് ഭൂലോകത്ത് വേറെയുള്ളത്? സിദ്ദീഖ് തങ്ങളുടെ കുടുംബത്തോളം മഹോന്നതമായ വേറെ ഏത് കുടുംബമാണുള്ളത്? ഇവര് തമ്മിലുള്ള വിവാഹമാണ് ഇവിടെ നടന്നത്. സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വിവാഹം എന്നുള്ളത് ഒരു സുന്നത്തായ അമലാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ അർബഉം മിൻ സുനനിൽ മുർസലീൻ, 4 കാര്യങ്ങൾ അത് അമ്പിയാക്കളുടെ സുന്നത്തിൽപ്പെട്ടതാണ്. 1 അൽ ഹയാഉ, ലജ്ജ. തെറ്റ് കാണുമ്പോൾ, തെറ്റു ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു നാണമുണ്ടാകൽ, അത് അമ്പിയാക്കളുടെ സ്വഭാവ ഗുണത്തിൽപ്പെട്ട സ്വഭാവമാകുന്നു. ഇന്ന് തീരെയില്ലാത്ത ഒരു വസ്തുത, ഒരു സ്വഭാവ ഗുണം ഈ ലജ്ജയാണ്. രണ്ടാമത്തത് വത്തഅത്തുറു, സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത്. സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് മുർസലീങ്ങളുടെ സുന്നത്തിൽപ്പെട്ട സുന്നത്താകുന്നു. മൂന്നാമത്തത് വസ്സിവാക്കു, ദന്ത ശുചീകരണം, ബ്രഷ് ചെയ്യൽ, പല്ല് തേക്കലും മുർസലീങ്ങളുടെ സുന്നത്താണ്. നാലാമതായിട്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് വന്നിക്കാഹു, വിവാഹം സുന്നത്താണ്. പക്ഷെ ഈ സുന്നത്തിന്റെ പേരിൽ പല ഹറാമുകളുടെയും അനാശാസ്യ പ്രവണതകളുടെയും കൂത്തരങ്ങായി വിവാഹത്തിന്റെ സദസ്സുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന മുതലാളിമാരല്ല നമ്മുടെ മാതൃക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹു പറയുന്നത്, അള്ളാഹു ഖുർആനിലൂടെ പറയുന്നത്, നിങ്ങളുടെ മോഡൽ, നിങ്ങൾക്കുള്ള റോൾ മോഡൽ അത് അള്ളാഹുവിന്റെ റസൂലാണ്, അത് സിദ്ദീഖ് തങ്ങളാണ്, അത് ആയിഷ ബീവിയാണ്. അവരുടെ ജീവിതം, അവരുടെ വിവാഹമല്ലേ നമുക്ക് മാതൃകയാകേണ്ട വിവാഹമാകേണ്ടത്? ആയിഷ ബീവി പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലേ? വല്ലാഹി മാ നുഹിറത് അലയ്യ മിൻ ജസൂർ വലാ ദുബിഹതു മിൻ ഷാത്ത്. എന്റെ വിവാഹത്തിന്റെ ദിവസം ഒരു ഒട്ടകത്തെ അറുത്തിട്ടില്ല, ഒരു ഒട്ടകത്തെ അറുത്തിട്ടില്ല. എന്തിന്? ഒരു ആടിനെ പോലും എന്റെ വിവാഹത്തിന്റെ പേരിൽ അറുക്കപ്പെട്ടിട്ടില്ല. വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി സഅദ് ഇബ്നു ഉബാദ കൊടുത്തയച്ച ആ ഒരു തളികയിലെ അല്പം ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാനും തിരുനബിയും മന്തിയുറങ്ങിയത് എന്ന് സയ്യിദുനാ ആയിഷ റളിയല്ലാഹു അൻഹാ നമ്മെ പഠിപ്പിക്കുകയാണ്. സമകാലിക ലോകത്ത് കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ, പ്രത്യേകിച്ച് മധ്യനില സമൂഹത്തിന് മുമ്പിൽ ഏറ്റവും വലിയൊരു കടമ്പയായിട്ട് പറയപ്പെടുന്നത് വിവാഹവും അതിനെ തുടർന്നുണ്ടാകുന്ന ആചാരങ്ങളുമാണ്. എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തുബദ്ദിർ തബ്ദീറാ, നിങ്ങൾ അമിതവ്യയം നടത്താൻ പാടില്ല. മിസ്കീനായി ജനിക്കുകയും മിസ്കീനായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും മിസ്കീനായി മരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു നായകനുണ്ടായിരുന്നു. അത് നമ്മുടെ നായകനാണ്. ആ നായകന്റെ അനുയായികൾ ലോകത്തെ ഏറ്റവും വലിയ ധൂർത്തന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വഴിഞ്ഞൊഴുകുന്ന പുഴയിൽ നിന്നാണ് വുളൂ ചെയ്യുന്നതെങ്കിൽ പോലും
നിങ്ങൾ അതിൽ അമിതവ്യയം നടത്തരുതെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പൊ ആയിഷ ബീവിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ആയിഷ ബീവിയുടെ മഹത്വം, ഈ വിവാഹത്തിലൂടെ കിട്ടിയ മഹത്വം. ബൂബക്കർ ഉൻകെ പിതർ ഹേ വോ അറൂസേ ഷാഹിദീൻ. അബൂബക്കർ പിതാവാണെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താവ് ലോകനായകനാകുന്നു. അതുകൊണ്ട് തന്നെ ഇസ് മുഖദ്ദസ് നസബ് പർ നാസാഹമാഹുൽ ദേബരി. ഈ കുടുംബത്തിന്റെ മഹത്വമോർത്ത്, ആയിഷാന്റെ സ്ഥാനമോർത്തിട്ട് മേലെയുള്ള മലക്കുകൾ, മേലെയുള്ള മാലാകമാർ അസൂയ വെക്കുന്നു. കവി സൂചിപ്പിക്കുകയാണ്. ഇത് ആയിഷ ബീവിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കനിഞ്ഞേകിയ ആദരവുകളിൽപ്പെട്ട ഒരു ആദരവായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിഷ ബീവിയെ കേൾക്കുന്നത്, സ്നേഹിക്കുന്നത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പുണ്യകർമ്മമായി മാറുകയാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധാനത്തിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മൻ അഹബ്ബുന്നാസി ഇലൈക. നബിയെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് നിങ്ങൾക്ക് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഉത്തെല്ല് പോലും ആലോചിക്കാതെ അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു, ആയിഷ. ആയിഷയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. ഉടനെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നു, വമിനർ റിജാലി യാ റസൂലല്ലാഹ്. പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആരെയാണ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? ഖാല അബൂഹാ. ആയിഷയുടെ പിതാവിനെയാകുന്നു. ഈ ഒരു മറുപടിയിൽ പോലും സ്നേഹത്തിന്റെ കോർവ ചേർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആരെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്, കൂടുതൽ ഇഷ്ടം വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കറിന് സിദ്ദീഖ് എന്ന് മറുപടി പറയുന്നതിന് പകരം അബൂഹ, ആയിഷയുടെ പിതാവിനെയാണ് ഞാൻ കൂടുതൽ ഇഷ്ടം വെക്കുന്നതെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അവ്വലു ഹുബ്ബിൻ കാന ഫിൽ ഇസ്ലാമി ഹുബ്ബുൻ നബിയ്യി ലി ആയിഷ. ഇസ്ലാമിലായി ആദ്യമുണ്ടാകുന്ന സ്നേഹം, ഇസ്ലാമിലായി ആദ്യമുണ്ടാകുന്ന ഇഷ്ടം, അത് അല്ലാഹുവിന്റെ റസൂലിന് ആയിഷയോടുള്ള ഹുബ്ബാണെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ ഒരു യാഥാർത്ഥ്യം സ്വഹാബത്ത് ഉൾക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന് ആയിഷ ബീവിയുടെ വീട്ടിൽ ഊഴമുള്ള ദിവസമെത്തുമ്പോൾ പാരിതോഷികങ്ങൾ ധാരാളമാണ്, തിരുമുൽ കാഴ്ചകളാണ്, സമ്മാനങ്ങളാണ്. ഇത് മറ്റുള്ള ഭാര്യമാർക്കിടയിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ആയിഷ ബീവി അല്ലാത്ത ഭാര്യമാർക്കിടയിൽ ഒരു ചർച്ചയായി. ആയിഷ ബീവിയുടെ വീട്ടിലെത്തുമ്പോ, അള്ളാഹുവിന്റെ റസൂലിന് ആയിഷ ബീവിയുടെ വീട്ടിലുള്ള ഊഴമെത്തുമ്പോൾ ധാരാളം തിരുമുൽ കാഴ്ചകളാണ്, ധാരാളം സമ്മാനങ്ങളാണ്. ഇത് ശരിയാകില്ല. അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് കൽപ്പിക്കണം, ഏത് വീട്ടിലായാലും ഏത് ദിവസമായാലും ഹദിയകളുണ്ടെങ്കിൽ വന്നുകൊണ്ടിരിക്കണം, അതൊരു ദിവസത്തെ പ്രത്യേകമാക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് പറയണം എന്ന് അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ഈ വിഷയം പറയുവാൻ വേണ്ടി ഉമ്മു സലമ ബീവിയെ ഭാര്യമാർ ചുമതലപ്പെടുത്തി. ഉമ്മു സലമ ബീവി റസൂലിന്റെ അടുത്ത് ചെന്ന് വിഷയം അവതരിപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അത് മൈൻഡ് ചെയ്തതുപോലുമില്ല. രണ്ടാമതും വന്ന് അവതരിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ റസൂല് അവഗണിച്ചു കളഞ്ഞു. മൂന്നാമതും വന്നിട്ട് ഉമ്മു സലമ ബീവി ഇതേ വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തുഇദീനി ഫീ ആയിഷ. ഉമ്മു സലമ, എന്റെ പൊന്നാര ഉമ്മു സലമ,
ആയിഷയുടെ വിഷയത്തിൽ എന്നെ ബുദ്ധിമുട്ടിക്കല്ല ഉമ്മു സലമ. എന്താണ് കാരണമെന്നറിയണ്ടേ? ഞാനും ആയിഷായും ഒരു വിരിപ്പിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായിട്ട് ഇറങ്ങി വന്നിരുന്നു. ഇത് വേറെ ഒരു ഭാര്യക്ക് കിട്ടാത്ത നേട്ടമാണ്, അള്ളാഹു കൊടുത്ത ആദരവാകുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഭാര്യമാർക്കിടയിൽ അനീതി കാണിച്ചു, തുല്യനീതി കാണിച്ചില്ല എന്നതിന് ഇത് തെളിവായി പറയാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിനോളം ഭാര്യമാർക്കിടയിൽ നീതി പുലർത്തിയ മറ്റൊരു മനുഷ്യനെ ഭൂലോകത്ത് കാണുവാൻ സാധിക്കുകയില്ല. പിന്നെ ഇത് ആ നീതി ഭാര്യമാർക്കുള്ള കടമകളും കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും അവരോട് ചെയ്യേണ്ട ഡ്യൂട്ടികളും കഴിഞ്ഞതിന് ശേഷമുള്ള സ്നേഹപ്രകടനമായിരുന്നു ഇത് അള്ളാഹു ആയിഷ ബീവിയെ പരിഗണിച്ചതിനെ, ആയിഷ ബീവിയെ ആദരിച്ചതിനുള്ള തെളിവാകുന്നു. ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ആയിഷ ബീവിയുടെ വിഷയത്തിൽ എന്തോ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ഫാത്തിമ ബീവിയോട് ചോദിക്കുന്നു, അലസ്തി തുഹിബ്ബീന മാ ഉഹിബ്ബു? ഫാത്തിമ, നീ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുമോ ഫാത്തിമ എന്ന് ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഞാൻ ഇഷ്ടപ്പെടും നിങ്ങൾ ഇഷ്ടപ്പെട്ടതിനെ. ഉടനെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫഅഹിബ്ബി ഹാദിഹി ഫഅഹിബ്ബി ഹാദിഹി, എങ്കിൽ ഇവളെ ഇഷ്ടപ്പെടണം, എങ്കിൽ ആയിഷയോട് ഹുബ്ബ് വെക്കണം, ആയിഷയെ സ്നേഹിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു. ഇത് ഫാത്തിമയോടുള്ള വാക്കായിട്ട് മാത്രം കാണണ്ട, ഇത് ലോക ജനതയോടുള്ള വാക്കായിട്ട് നാം കണക്കിലെടുക്കണം. ഫഅഹിബ്ബി ഹാദിഹി, ഇവളെ സ്നേഹിക്കണം എന്ന് വെച്ചാൽ ആയിഷ ബീവിയെ ഹുബ്ബ് വെക്കണം. മറ്റൊരിക്കൽ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ആയിഷ ബീവിയെ കുറിച്ചൊന്ന് പറഞ്ഞപ്പോ ആ ഒരു പ്രശ്നത്തിന് അള്ളാഹുവിന്റെ റസൂല് പരിഹാരം പറഞ്ഞത്, ഇന്നഹാ ഇബ്നതു അബീ ബക്കർ, ഒന്നും മിണ്ടണ്ട, അത് അബൂബക്കറിന്റെ മോളാണ് സൈനബേ, അത് അബൂബക്കറിന്റെ മോളാണ് സൈനബേ. ബൂബക്കർ ഉൻകെ പിതർ ഹേ വോ അറൂസേ ഷാഹിദീൻ.